Welcome to IQCTS Academy. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2024 ICD അപ്ഡേഷൻസ് ആയിട്ടാണ് വന്നിരുന്നത്. സോ ഇപ്പോൾ നമുക്ക് 2024 CPT അപ്ഡേഷൻസ് നോക്കാം. മൊത്തം CPTയിൽ 217 പുതിയ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ 70 കോഡ്സ് റിവിഷൻ വന്നിട്ടുണ്ട്, 49 കോഡ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിലെയും അപ്ഡേഷൻസ് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ പാർട്ടാണെന്ന്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ സിംബൽസ് ആണല്ലോ, അതിൽ സിംബൽസിൽ പ്രത്യേകിച്ച് അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. അടുത്തത് മോഡിഫയേഴ്സ് ആണ്. മോഡിഫയേഴ്സിൽ നമുക്കറിയാം അറൌണ്ട് 39 മോഡിഫയേഴ്സ് CPTയിലുണ്ട്, അതിലും അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററായ അനസ്തേഷ്യ ആണുള്ളത്. അനസ്തേഷ്യയിലും അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് സർജറി പാർട്ട് തുടങ്ങായി, അതാണ് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിലും അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം ചാപ്റ്ററാണ്. 20100 മുതൽ 29999 വരെയുള്ള കോഡ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് മെയിനായിട്ട് 4 പുതിയ കോഡ്സ് ആണ് വന്നിട്ടുള്ളത് 2024. ഓക്കെ, അതുപോലെ തന്നെ 6 കോഡ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗൈഡ് ലൈൻസ് ഒന്നും പുതുതായി വന്നിട്ടില്ല, പക്ഷെ പുതിയ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അതിലൊരു കോഡ് എന്ന് പറയുന്നത് 22836 എന്നുള്ള ഒരു പുതിയ കോഡാണ്. ഓക്കെ, അത് ആന്റീരിയർ തൊറാക്സിക് വെർട്ടിബ്രൽ ടെതറിംഗ് ഇൻക്ലൂഡിംഗ് തൊറാക്കോസ്കോപ്പി വെൻ പെർഫോം അപ് ടു 7 വെർട്ടിബ്രൽ സെഗ്മെന്റ്സ് എന്ന കോഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ടെത്തറിംഗ് എന്ന് പറയുന്നത് സ്കോളിയോസിന്റെ ട്രീറ്റ്മെന്റിൽ ഒക്കെ ചെയ്യുന്ന ടെത്ത് എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതിന്റെ കോഡാണ് ഈ 22836 എന്ന് പറഞ്ഞിട്ട് പുതിയതായി വന്നിട്ടുള്ളത്. അടുത്ത ഒരു ന്യൂ കോഡാണ് 22837. അതിൽ സെയിം തന്നെ, പക്ഷേ വെർട്ടിബ്രൽ സെഗ്മെന്റ്സിന്റെ എണ്ണം മാറുന്നു. അപ്പോൾ 8 or more വെർട്ടിബ്രൽ സെഗ്മെന്റ്സ് ആയി മാറും. 22838 എന്ന് പറയുന്നത് റിവിഷൻ റീപ്ലേസ്മെന്റ്. അതുപോലെ തന്നെ 27278 എന്ന് പറയുന്നത് ആർത്രോഡെസിസിൽ വരുന്ന ഒരു പുതിയ കോഡാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് മസ്കുലോസ്കെൽറ്റലിലുള്ള 4 പുതിയ കോഡ്സ്. ഓക്കെ, ഇനി 6 കോഡ്സ് ആണ് ഇതിൽ റിവൈസ് ചെയ്തിട്ടുള്ളത്. റിവൈസ് കോഡ്സിൽ ചെറിയൊരു റിവിഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് കോഡ് ഡിസ്ക്രിപ്ഷനിൽ വിത്ത് എന്ന് പറഞ്ഞൊരു വേർഡ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 28292 എന്ന് പറയുന്നത് നമുക്കറിയാം 2023 കറക്ഷൻ ഹാലക്സ് വാൽഗസ് വിത്ത് ബ്യൂനിയോനെക്ടമി എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വിത്ത് വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 28292 കറക്ഷൻ ഹാലക്സ് വാൽഗസ് വിത്ത് ബ്യൂനിയോനെക്ടമി വിത്ത് സെസമോയിഡെക്ടമി എന്ന് പറഞ്ഞ വിത്ത് എന്ന് പറഞ്ഞൊരു വേർഡ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, അതായത് റെസ്പിറേറ്ററി സിസ്റ്റം. അതിൽ 2 പുതിയ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്. 31242 31243 എന്ന് പറഞ്ഞ 2 പുതിയ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്. അത് നേസൽ എൻഡോസ്കോപ്പി സർജിക്കൽ എന്ന സെക്ഷനിൽ വരുന്ന കോഡ്സ് ആണ്. ഓക്കെ, അടുത്ത നമുക്കറിയാം കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ് പുതിയ ചാപ്റ്റർ. അതിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. 8 പുതിയ കോഡ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ടും ഫ്രെനിക് നെർവ് സ്റ്റിമുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കാര്യമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഇതിനെ നമ്മൾ ഡയഫ്രം പേസിംഗ് എന്ന് കൂടെ പറയാറുണ്ട്. ഈ സ്ലീപ്പ് അപ്നിയ, അതുപോലെ ഹൈപ്പോ വെന്റിലേഷൻ അങ്ങനത്തെ ഒക്കെ കണ്ടീഷനിലാണ് കൂടുതലും ഈ ഫ്രെനിക് നെർവ് സ്റ്റിമുലേഷൻ കൊടുക്കുന്നത്. കോഡ്സ് വരുന്നത് 33276, പിന്നെ ഒരു ആഡ് ഓൺ കോഡായ 33277, 33278, 33279, 33280, 281, 287, അതുപോലെ 288. ഇതാണ് പുതിയ കോഡ്സ് വരുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ. അടുത്തത് യൂറിനറി ആൻഡ് ഫീമെയിൽ ജെനറ്റൈൽ സിസ്റ്റം അപ്ഡേഷൻസ് ആണ് പറയാൻ പോകുന്നത്. യൂറിനറി സിസ്റ്റത്തിൽ ഒരു കോഡ് മാത്രമാണ് പുതിയതായി വന്നിട്ടുള്ളത്. അത് 52284 എന്ന് പറഞ്ഞ കോഡാണ്. ഓക്കെ, അത് യുറീത്രൽ സ്ട്രിക്ചർ ഓർ സ്റ്റെനോസിസിൽ ചെയ്യുന്ന മെക്കാനിക്കൽ യുറീത്രൽ ഡയലേഷൻ എന്നുള്ള പ്രൊസീജിയറിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സിസ്റ്റോ യുറീത്രോസ്കോപ്പി കോഡാണ്. ഓക്കെ, ഇതിൽ ഫ്ലൂറോസ്കോപ്പി എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അടുത്ത ഫീമെയിൽ ജെനറ്റൽ സിസ്റ്റത്തിലെ ഒരു പുതിയ കോഡ്, അത് 58580 ആണ്. അതായത് ഫൈബ്രോയിഡ് അബ്ലേഷൻ ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അൾട്രാസൗണ്ടിന്റെ കോഡ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്ത നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ പുതിയ 6 കോഡ്സ് വരുന്നുണ്ട്. 4 കോഡ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ 3 പുതിയ കോഡ്സ് ഇൻട്രാക്രാനിയൽ ന്യൂറോ സ്റ്റിമുലേറ്റർ എന്ന ഹെഡിങ്ങിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അത് 61889, 61891, 61892 എന്ന കോഡ്സ് ആണ് വരുന്നത്. എപ്പിലെപ്സിയുടെ ട്രീറ്റ്മെന്റിലൊക്കെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ പൾസ് ജനറേറ്റർ എല്ലാം ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഇൻസേർഷൻ, റിവിഷൻ, റിമൂവൽ ഇതൊക്കെയാണ് ന്യൂ കോഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ക്രാനിയക്ടമി ഇൻക്ലൂഡഡ് ആണ് ഈ കോഡ്സ്. നെക്സ്റ്റ് 3 കോഡ്സ് വരുന്നത് പെരിഫറൽ നെർവ് സ്റ്റിമുലേറ്ററിന്റെ അണ്ടറിലാണ് വരുന്നത്. അത് 64596, 64597, 64598 എന്നിവയാണ് ഈ കോഡ്സ്.
ഓക്കെ, അടുത്തത് റിവൈസ് കോഡ്സ് ഈ ചാപ്റ്ററിൽ വരുന്നത് 4 എണ്ണമാണ്. അത് 63685, 63688 എന്നീ കോഡ്സ് സ്പൈനൽ ന്യൂറോ സ്റ്റിമുലേറ്ററിലാണ് വരുന്നത്. ഓക്കെ, 64590, 64595 എന്നീ റിവൈസ് കോഡ്സ് വരുന്നത് പെരിഫറൽ നെർവ് ന്യൂറോ സ്റ്റിമുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഐ ആൻഡ് ഓക്കുലാർ അഡ്നെക്സ. അതിലൊരു പുതിയ കോഡ് മാത്രമാണ് വന്നിട്ടുള്ളത്. 67516 എന്ന സുപ്രാ കൊറോയിഡൽ സ്പേസ് ഇഞ്ചക്ഷൻ ഓഫ് ഫാർമക്കോളജിക്കൽ ഏജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കോഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം റേഡിയോളജി ആണെന്നല്ലേ. റേഡിയോളജിയിൽ 5 ന്യൂ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്, അതായത് 7 സീരീസ്. അതിൽ ഒരു ഡിലീറ്റഡ് കോഡുമാണ് വന്നിട്ടുള്ളത്. ന്യൂ കോഡ് ഒന്ന് ഹാർട്ടിന്റെ അണ്ടറിലാണ് വരുന്നത്, അതാണ് 75580 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ്. ബാക്കി 4 എണ്ണം വരുന്നത് 76984, 76987, 76988 ആൻഡ് 989. ഇതാണ് ബാക്കി 4 കോഡ്സ്. അതിൽ 76984 എന്ന് പറയുന്നത് അൾട്രാസോണിക് ഗൈഡൻസ് പ്രൊസീജിയറിന്റെ അണ്ടറിലാണ് വരുന്നത്. ബാക്കി 3 കോഡ്സും 987, 988, 989 ഇതെല്ലാം ഇത്രയൊക്കെയാണ് റേഡിയോളജി ചാപ്റ്ററിൽ വരുന്ന പുതിയ CPT അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്, 74710 എന്നുള്ള പുതിയൊരു കോഡ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് റേഡിയോളജി ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മേജർ അപ്ഡേഷൻസ്. അടുത്തത് നമുക്കറിയാം 80,000 സീരീസ് ആണ് 80,000 സീരീസ് ആണ് പാത്തോളജി ആൻഡ് ലബോറട്ടറി ചാപ്റ്റർ. അതിൽ 75 പുതിയ കോഡ്സ് വന്നിട്ടുണ്ട്. 75 ന്യൂ കോഡ്സ്, 25 റിവൈസ്ഡ് കോഡ്സ് ആൻഡ് 15 ഡിലീറ്റഡ് കോഡ്സ്. അപ്പോൾ ഒരു മേജർ അപ്ഡേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ 75 കോഡ്സിൽ 61 വന്നിട്ടുള്ളത് ലാസ്റ്റ് സെക്ഷനായ പ്രൊപ്രിയേറ്ററി ലബോറട്ടറി അനാലിസിസ് എന്ന സെക്ഷനിൽ നിന്ന് ആണ് വന്നിട്ടുള്ളത്. സോ അത് നമുക്ക് ഒരു CPC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ജീനോമിക് സീക്വൻസിങ് പ്രൊസീജിയറിലുള്ള 7 ന്യൂ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്. കെമിസ്ട്രിയിൽ ഒരു പുതിയ കോഡ് വന്നിട്ടുണ്ട്. ഇമ്മ്യൂണോളജി സെക്ഷനിൽ 3 കോഡ്സ് വന്നിട്ടുണ്ട്. മൈക്രോബയോളജിയിൽ 2 പുതിയ കോഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 61 കോഡ്സ് പ്രൊപ്രിയേറ്ററി ലബോറട്ടറി അനാലിസിസിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, റിവൈസ്ഡ് കോഡ്സ് വന്നിട്ടുള്ളത് മോളിക്കുലാർ പാത്തോളജിയിൽ 9 കോഡ്സ്, അതുപോലെ ജീനോമിക് സീക്വൻസിംഗിൽ 6 റിവൈസ് കോഡ്സ് ഇത്രയും വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് സെക്ഷനിൽ നമുക്കറിയാം യു കോഡ്സ് കുറച്ച് വരുന്നുണ്ടെന്നല്ലേ, അതിൽ 10 റിവൈസ്ഡ് കോഡ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 15 കോഡ്സ് അവർ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതും പ്രൊപ്രിയേറ്ററി ലബോറട്ടറി അനാലിസിസിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് മെഡിസിൻ ചാപ്റ്റർ ആണ്. അതിൽ 43 ന്യൂ കോഡ്സും 12 റിവൈസ്ഡ് കോഡ്സും ആണ് വന്നിട്ടുള്ളത്. ഡിലീറ്റഡ് കോഡ്സ് ഒന്നുമില്ല. ഓക്കെ, അതിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസിൽ 2 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. അതാണ് 90380, 90381. നെക്സ്റ്റ് സെക്ഷൻ വാക്സിൻ ആൻഡ് ടോക്സോയിഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ആണ്. അതിൽ കൂടുതലും ന്യൂ കോഡ്സ് ആണ്, അതിലാണ് കൂടുതലും ന്യൂ കോഡ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവാലുവേറ്റീവ് ആൻഡ് തെറാപ്യൂട്ടിക് സർവീസസിൽ 2 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. അതാണ് 92622, 92623 എന്ന് പറഞ്ഞ കോഡ്സ്. നെക്സ്റ്റ് മെഡിസിൻ ചാപ്റ്ററിലെ കാർഡിയോവാസ്കുലാർ സെക്ഷനിലാണ്. അത് നമ്മൾ ഓൾറെഡി കാർഡിയോവാസ്കുലാർ ചാപ്റ്റർ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞല്ലോ നമ്മളൊരു ഫ്രെനിക് നെർവ് സ്റ്റിമുലേറ്റർ എന്ന് പറഞ്ഞാൽ അത് തന്നെ അതിൻ്റെ ഇതാണ് മെഡിസിനിലും വരുന്നത്. കൊറോണറി തെറാപ്യൂട്ടിക് സർവീസിൽ ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. ഫ്രെനിക് നെർവ് സ്റ്റിമുലേഷൻ സിസ്റ്റത്തിൽ 4 ന്യൂ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്. കാർഡിയാക് കത്തീഡ്രൈസേഷൻ ഫോർ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസിൽ ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ വീനോഗ്രാഫി കോഡ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹൈഡ്രേഷൻ തെറാപ്പിയിൽ 2 ആഡ് ഓൺ കോഡ് വന്നിട്ടുണ്ട്. 96547, 96548 എന്ന 2 ആഡ് ഓൺ കോഡ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. 97037 എന്നൊരു അഡീഷണൽ കോഡ് വന്നിട്ടുണ്ട്. പിന്നെ കെയർ ഗിവർ ട്രെയിനിങ് വിതൗട്ട് പേഷ്യൻറ്റ് പ്രസൻറ്റ് അതിൽ 3 കോഡ്സ് വന്നിട്ടുണ്ട്. റിവൈസ്ഡ് കോഡ്സ് മെഡിസിനിൽ 12 എണ്ണാണുള്ളത്. കൂടുതലും അത് കൊറോണ വൈറസ് കോഡ്സ് ആണ്. പിന്നെ ഹൈഡ്രേഷനിൽ 96446 എന്ന കോഡ് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്പെഷ്യൽ ഡെർമറ്റോളജിക്കൽ പ്രൊസീജിയേഴ്സും റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഡിസിൻ ചാപ്റ്ററിലെ ഗൈഡ് ലൈൻസിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, കാറ്റഗറി പിന്നെ നമുക്കറിയാം കാറ്റഗറി 2 കോഡ്സ്, കാറ്റഗറി 3 കോഡ്സ് അങ്ങനെ ഉണ്ടല്ലേ CPTയിൽ. അതുപോലെ കാറ്റഗറി 2 കോഡ്സിനും അവർ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, അടുത്തതാണ് നമ്മുടെ മെയിൻ ചാപ്റ്ററായ ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം എല്ലാ വർഷവും അത് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടാണ് വരാറുള്ളത്. 2023 തന്നെ ഒരു വലിയ ചേഞ്ച് വന്നു കഴിഞ്ഞു. അപ്പോൾ 2024 അത്ര അധികം ചേഞ്ച് ഇല്ല, വളരെ കുറച്ച് ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ ഒരു പുതിയ കോഡ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ 10 കോഡ്സ് അവർ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഡിലീഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഗൈഡ് ലൈൻസ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ,
പ്ലസ് 99459 എന്ന് പറഞ്ഞ പെൽവിക് എക്സാമിനേഷൻ്റെ ഒരു ആഡ് ഓൺ കോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഓഫീസ് വിസിറ്റിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് പെൽവിക് എക്സാമിനേഷൻ ചെയ്യുകയാണെങ്കിൽ പ്ലസ് 99459 എന്ന ആഡ് ഓൺ കോഡും കൂടെ നമുക്ക് ചേർക്കാം. ഓക്കെ, പിന്നെ 10 റിവൈസ്ഡ് കോഡ്സ് ആണ് നമുക്ക് E&M സെക്ഷനിലുള്ളത്. ഒ പി ന്യൂ പേഷ്യൻറ്റ്, അതുപോലെ തന്നെ OP എസ്റ്റാബ്ലിഷ് പേഷ്യൻറ്റ്, ഇതിൽ റിവിഷൻ വന്നിട്ടുണ്ട്. നമുക്കറിയാം OP ന്യൂ പേഷ്യൻ്റെ കോഡ് എന്ന് പറയുന്നത് 99202 മുതൽ 99205 വരെയുള്ള കോഡ്സ് ആണ്. അതുപോലെ തന്നെ OP എസ്റ്റാബ്ലിഷ് പേഷ്യൻ്റ് എന്ന് പറയുന്നത് 99212 മുതൽ 99215 വരെയുള്ള കോഡ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ 2023 എങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു ടൈം റേഞ്ച് ആയിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 15 to 29 minutes, 30 to 44 minutes അങ്ങനെ. പക്ഷേ ഇപ്പോൾ 2024 അതൊരു മിനിമം ത്രെഷോൾഡ് ടൈം ആക്കി മാറ്റിയിട്ടുണ്ട്. സോ നമുക്ക് 99202 നമുക്ക് 2023 എങ്ങനെയായിരുന്നു 15 to 29 minutes ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 15 minutes എന്നുള്ള ഒരു ത്രെഷോൾഡ് ടൈം ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ കേസിലും അതിലും ഇതുപോലെ തന്നെ ഒരു മിനിമം ത്രെഷോൾഡ് ടൈം വന്നിട്ടുണ്ട്. പിന്നെ നഴ്സിംഗ് ഫെസിലിറ്റി കോഡിൽ റിവിഷൻ വന്നിട്ടുണ്ട്. ഇവിടെയും ടൈം റിവിഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് 2024 CPT E&M സെക്ഷനിൽ ഗൈഡ് ലൈൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഗൈഡ് ലൈൻ ചേഞ്ചസിൽ മെയിനായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ഓർ ഷെയർഡ് E&M വിസിറ്റ് ആണ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഒരു E&M വിസിറ്റ് ഓർ സർവീസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫിസിഷ്യൻ ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്പ്ലിറ്റ് ഓർ ഷെയർഡ് E&M എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ടൈം ബേസിലാണ്, നമുക്കറിയാം E&M നമ്മൾ ടൈം ബേസിലും അതുപോലെ തന്നെ MDM ബേസിലുമാണ് എടുക്കുന്നത് അല്ലേ. അതിൽ ടൈം ബേസിലാണ് നമ്മൾ കോഡ് എടുക്കുന്നതെങ്കിൽ ഒരു E&M സർവീസിൻ്റെ മോർ ദാൻ 50% ടൈം പേഷ്യൻറ്റുമായിട്ട് ഫേസ് ടു ഫേസ് ഓർ നോൺ ഫേസ് ടു ഫേസ് കോൺടാക്റ്റിൽ ഒരു ഫിസിഷ്യൻ, ഏത് ഫിസിഷ്യൻ ആണോ വന്നത് ആ ഫിസിഷ്യന് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കോഡ് റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ MDM ബേസിലാണ്, മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ് എന്നാണല്ലോ MDM, അതിൻ്റെ ബേസിലാണ് നമ്മൾ കോഡ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം MDM 3 elements വെച്ചിട്ടൊക്കെയാണ് നോക്കുന്നത്. ആ 3 elementsൽ 2 elements ആരാണോ പെർഫോം ചെയ്തത് ആ പർട്ടിക്കുലർ ഫിസിഷ്യന് E&M വിസിറ്റിൻ്റെ കോഡ് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്പ്ലിറ്റ് ഓർ ഷെയർഡ് E&M വിസിറ്റിൽ വരുന്ന ഗൈഡ് ലൈൻ ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്പിൾ E&M വിസിറ്റ്, മൾട്ടിപ്പിൾ E&M സർവീസ് സെയിം ഡേയിൽ സെയിം സെറ്റിങ്ങിൽ വന്നാൽ ടൈം വെച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ ടൈം വെച്ചും അതുപോലെ തന്നെ MDM വെച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അഗ്രഗേറ്റ് MDM വെച്ചും ഒരൊറ്റ കോഡ് മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അത് മൾട്ടിപ്പിൾ E&M സർവീസ് ഡിഫറെൻറ്റ് സെറ്റിങ്ങിലാണെങ്കിൽ 2 കോഡ്സും നമുക്ക് സെപ്പറേറ്റ്ലി തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത സെക്ഷൻ E&Mൽ വരുന്നത് ഡിസ്ചാർജ് സർവീസ് ആണല്ലേ. ഡിസ്ചാർജ് സർവീസിലും കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു പേഷ്യൻ്റ് ഒരു ഫെസിലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി സെയിം ഡേറ്റിൽ തന്നെ സെയിം ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സീക്വൻറ്റ് സർവീസ് ആണ് കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സെറ്റിങ്ങിലാണ് ഈ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയത്, ഡിഫറെൻറ്റ് സെറ്റിങ്ങിൽ നിന്നാണ് ഡിസ്ചാർജ് ആയതെങ്കിൽ നമുക്ക് 2 കോഡും 2 സർവീസും കോഡ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓൺ സെയിം ഡേറ്റ്, അതിൽ വന്ന ഗൈഡ് ലൈൻ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അഡ്മിഷനും ഡിസ്ചാർജിനും വേണ്ടി എടുക്കുന്ന ടൈം 8 hour അല്ലെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സെക്ഷനിൽ നിന്നുള്ള കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലെസ് ദാൻ 8 hours ആണെങ്കിൽ നമുക്ക് അഡ്മിഷൻ മാത്രം കോഡ് ചെയ്താൽ മതി, ഡിസ്ചാർജ് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്മിഷനും ഡിസ്ചാർജും ഡിഫറെൻറ്റ് ഡേറ്റിലാണെങ്കിലും മോർ ദാൻ 8 hours ആണെങ്കിലും അഡ്മിഷനും ഡിസ്ചാർജും രണ്ടും നമുക്ക് കോഡ് ചെയ്യാം. പക്ഷേ ലെസ് ദാൻ 8 hours ആണെങ്കിൽ അഡ്മിഷൻ മാത്രം കോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് E&M സെക്ഷനിൽ നിന്നുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം കാറ്റഗറി 3 കോഡ്സ് ഉണ്ട് അല്ലേ, ടെമ്പററി കോഡ്സ് എന്ന് പറയുന്നത് T കോഡ്സ്. അതിൽ 83 ന്യൂ കോഡ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിലീറ്റഡ് കോഡ്സ് 32 ആണ്, റിവൈസ്ഡ് കോഡ്സ് 13 ആണ്. സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള CPT ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.